നമസ്കാരം ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സോ എല്ലാവർക്കും ഹാപ്പി ഹോളിഡേയ്സ് അല്ലേ? ഹാപ്പി ഹോളിഡേയ്സ്. ഓക്കെ, യെസ്. സോ ഈ വിൻ്റർ ഹോളിഡേയ്സ് ആയപ്പോൾ നമ്മൾ രണ്ടുപേരും ഡിസൈഡ് ചെയ്തു ലെറ്റ്സ് ഗോ ഫോർ ഗ്ലാമ്പിങ്, അതായത് ഗ്ലാമറസ് ക്യാമ്പിങ് ഈ വിൻ്ററിൽ. അങ്ങനെ നമുക്കൊരു സ്പോട്ട് അവൈലബിൾ കിട്ടി ഓൾമോസ്റ്റ് മന്ത് മുന്നേ അല്ലേ. ബുക്കൊക്കെ ചെയ്തു, എല്ലാം റെഡിയാക്കി. ഫൈനലി ഇന്നാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്നത്. അതിലത്തെ കുറേ ഫുട്ടേജും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയതിനു ശേഷം ബാക്കിയൊക്കെ കാണിക്കാം. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ കിച്ചണിലുള്ള 11 in the morning. ഇനി ഇവിടുന്ന് ഒരു 3 hours ഡ്രൈവ് ആണുള്ളത് അങ്ങോട്ടേക്കുള്ള. ഇത് അപ്പ് നോർത്ത് ആണ് കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അല്ലേ? യെസ്, ലെറ്റ്സ് ഡു ഇറ്റ്. ഇനി എത്ര സമയമുണ്ട്? 2 മണിക്കൂറും കൂടി. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫൈനലി എത്തി. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 4 ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായി, കുറച്ച് റീറൗട്ടൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് തന്നെ കുറച്ച് ലേറ്റായി പോയി. നമ്മളെ സാധനങ്ങൾ അൺലോഡ് ചെയ്യണം. കുറച്ച് സാധനങ്ങളുണ്ട്, കണ്ടിട്ട് പേടിക്കരുത്. ഇതൊരു 2 ദിവസത്തേക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ. അതായത് ഇവിടുന്ന് നടന്നു പോകാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് കാരണം അങ്ങോട്ട് പോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവരൊരു സ്ലെഡ്ജ് പോലെയുള്ളൊരു സാധനം തന്നിട്ടുണ്ട്. അത് കഷ്ടപ്പാടാ. നമ്മുടെ പാലി ഉണ്ട് കൂടെ, പാലി ലോഡ് ചെയ്തിരിക്കുന്നു ഗൈസ്. പണിയാണ് ഗൈസ്. അങ്ങനെ ഞാനും തള്ളുണ്ട്. ഓ, എന്തായാലും ഈ സാധനങ്ങളുള്ളത് വളരെ ഉപകാരമാണ് കേട്ടോ. ഒന്ന് നല്ല തണുപ്പ്, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, നാവൊക്കെ കുഴയുന്നു. ഈ അറേഞ്ച് ചെയ്ത് തന്ന ആളുടെ എന്തോ ഒരു ആൾ ഇവിടെ എവിടെയോ സ്റ്റേ ചെയ്യുന്നു. പക്ഷേ ബാക്കി ഫുള്ള് ഒഴിഞ്ഞൊരു സ്ഥലമാണ്. ഒരു മിനി ഡോമിൻ്റെ ഒരു ടൂർ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഓക്കെ, ഈ ഓണർ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഫസ്റ്റ് കിച്ചണിൽ സ്റ്റാർട്ട് ചെയ്യാം. കെറ്റിൽ തന്നിട്ടുണ്ട് അല്ലേ, പിന്നെ ഒരു കോഫി മേക്കർ, ക്യാന് തന്നിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു 3 നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾക്ക് അത് എക്സ്ട്രാ ആവശ്യം ഉണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ അവർ തരുമെന്ന് പറഞ്ഞു. പിന്നെ അതാ വിചാരിക്കും ഇത് വർക്കിംഗ് ആണെന്ന്. പക്ഷേ വിൻ്റർ ആയതുകൊണ്ട് ലൈനൊക്കെ കട്ട് ചെയ്തിരിക്കുക, വാട്ടർ ലൈനൊക്കെ. കാരണം അത് ഫ്രീസ് ആവുന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് അവർ ഈ പോർട്ടബിൾ ആയിട്ടുള്ള വാട്ടർ ക്യാൻ തന്നിരിക്കുന്നത്, ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ ചെയ്യാനും. ഈവൻ ഡ്രിങ്കിങ്ങും നമ്മളതാ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഡിഷോ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ നമ്മളതേ സെയിം ക്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ വാട്ടർ സപ്ലൈ ഒന്നുമില്ല. പിന്നെ യെസ് ഓഫ് കോഴ്സ് മിറർ ഉണ്ട്. അല്ലെങ്കിൽ ഈ ഡോമിൽ ആകെയുള്ളൊരു മിററാണ് അല്ലേ. കാരണം റെഡി ആവണമെങ്കിൽ കിച്ചണിലേക്ക് തന്നെ വരണം. കുക്ക് ചെയ്യണമെങ്കിലും നമ്മൾ ഈ കണ്ണാടിന് മുന്നേ തന്നെ ആയിരിക്കും മേജർ. പിന്നെ കുറച്ച് യൂട്ടൻസിൽസ് തന്നിട്ടുണ്ട്, സ്പൂൺ, കട്ട്ലറി സാധനങ്ങളൊക്കെ, ബേസിൻ്റെ സാധനങ്ങൾ. ഓ യെസ്, ബാർബിക്യൂവിൻ്റെ സാധനങ്ങളുണ്ട്. പിന്നെ അങ്ങനത്തെ ക്ലീൻ ചെയ്യാനോ നമുക്ക് എക്സ്ട്രാ ഗാർബേജ് ബാഗോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണവും സാധനങ്ങളൊക്കെ നമ്മളിത് അതിൻ്റെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ബ്യൂട്ടൈൻ സ്റ്റവ്. വാഷ്റൂമിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് പേപ്പർ. ഇത് വിറകും പേപ്പറും. പിന്നെ അവർ ഈ ഫ്ലെയിം തന്നിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ കത്തിക്കണമെങ്കിൽ, വിറകൊക്കെ കത്തിക്കണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അവരൊരു സ്പീക്കർ തന്നിട്ടുണ്ട്. സ്പീക്കർ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷെ പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്നറിയില്ല. പക്ഷെ നമ്മളും അല്ലേ ഒരു സ്പീക്കർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മളതാ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. പിന്നെ അതാ ഒരു ഫ്രിഡ്ജ്. ഈ ഫ്രിഡ്ജ് തുറന്നാൽ സത്യം പറഞ്ഞാൽ അതിനുള്ളിൽ ഒരു സാധനമൊന്നുമില്ല, പക്ഷെ എഗ് ഉണ്ട്. ഒരു കോംപ്ലിമെന്ററി അവരുടെ ഫാമിൽ അവര് ഉണ്ടാക്കുന്ന എഗ്ഗാണ്. നമ്മൾ യൂഷ്വലി കണ്ട വൈറ്റ് കളർ, പിന്നെ ഇല്ലെങ്കിൽ ബ്രൗൺ ആണ്. പക്ഷെ ഇത് കണ്ടോ, ഒരു ഗ്രീനിഷ് പ്രോപ്പർ വൈറ്റ് അല്ല, എന്തൊരു യെലോയിഷ് ഗ്രീനിഷ് എന്തൊക്കെയോ ഒരു കളറാണ്. നല്ല തന്നെയാണോ അറിയില്ല. നമ്മള് ബോയിൽ ചെയ്ത് നോക്കും. അതെ. ഇതാണ് നമ്മളെ കീ, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ലൈഫ് സേവർ പെല്ലറ്റ് സ്റ്റവ്. ഇതാണ് ഇവിടുത്തെ ഹീറ്റർ. ഈ ഹീറ്ററിൽ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കുറച്ച് തന്നിട്ടുണ്ട്, ഇങ്ങനെ കുറേ പെല്ലറ്റ് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഈ സംഭവം നമ്മൾ ഇതിലിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. സ്കൂപ്പിലേക്ക് നമ്മൾ പെല്ലറ്റ്സ് എടുക്കുന്നു.
ലിഡ് തുറക്കുന്നു, ഫിൽ ചെയ്യുന്നു. ഇത് എത്രത്തോളം മാക്സിമം ഫിൽ ചെയ്താൽ അത്രയും നേരം നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിലൊരു കണ്ണ് ഉണ്ടാവേണ്ടതല്ല, കാരണം ഇതാണ് ഈ വീട് അല്ലെങ്കിൽ ഈ ഡോം മൊത്തം ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സാധനം. യൂഷ്വലി ഇത് ഓണായിരിക്കുന്ന സമയത്ത് ഒരു 15 to 20 ഡിഗ്രി വരെ നമുക്ക് കിട്ടും, ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിന് അടുത്ത് വെക്കുമ്പോൾ നല്ല ചൂടാണ്. പക്ഷെ ഇതിൽ നിന്ന് കുറച്ച് മാറി വെക്കുമ്പോൾ ഒരു റൂം ടെമ്പറേച്ചർ അല്ല, പക്ഷെ ഒരു ബെയറബിൾ ഒരു ടെമ്പറേച്ചറിലേക്ക് നമുക്ക് പോകാം. പക്ഷെ ഒരു റൂം ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പിന്നെ ഓരോ ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് അത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിന്റെ സൈഡിലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പ്രോപ്പർ ഇൻസുലേറ്റഡ് അല്ല. യെസ്, ബുക്സ് ഉണ്ട്, കുറെ ക്യാൻഡീസ്, അങ്ങനത്തെ കുറെ ബോർഡ് ഗെയിംസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യെസ് ബുക്കാണിത്. സ്റ്റേന്ന് വന്ന ആൾക്കാരൊക്കെ അവരുടെ സ്റ്റേനെ പറ്റിയിട്ട് അവർ അറിയിക്കുന്ന ഒരു ഫീഡ്ബാക്ക് പുസ്തകം പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മളും എഴുതാനുള്ള പ്ലാനാണ്. നമ്മളുടെ എക്സ്പീരിയൻസ് നമ്മളവിടെ ഷെയർ ചെയ്യും. പിന്നെ ഇവരിവിടെ നമുക്ക് ഒരു 3 ബ്ലാങ്കറ്റ് പോലുള്ള സാധനം തന്നെ. AC നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് സമ്മർ ടൈമിൽ ഇവിടെ ഭയങ്കര ജൂലൈ ഓഗസ്റ്റിലൊക്കെ ഭയങ്കര ചൂടാണ്. പിന്നെ മുകളിലാണ് ബെഡ് സ്പേസ്. ഹീറ്റഡ് ബ്ലാങ്കറ്റ് വന്നിട്ടുണ്ട്, അതായിരുന്നു ഏറ്റവും ഹെൽപ്ഫുൾ. അതെ, വയറിൽ കണക്റ്റഡ് ആണ്, ഹീറ്റ് സെറ്റ് ചെയ്യുക, അത് ഏറ്റവും ഹെൽപ്ഫുൾ ആണ്. വിൻഡറിലുള്ള ഏത് രാജ്യത്തിലും അങ്ങനത്തെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ടെങ്കിൽ നല്ലൊരു ഹെൽപ്ഫുൾ. ഓണാക്കുക ഒരു ഹീറ്ററൊക്കെ യൂസ് ചെയ്യുന്ന പോലെ, പക്ഷെ ഒരു ബ്ലാങ്കറ്റിൻ്റെ ഷേപ്പിൽ. ഫുൾ എൻ്റെ പൊന്നും അൺലോക്ക്. വളരെ ഇതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെ എനിക്ക് ഡോക്ടറിൻ്റെ കളർസ് മതി. ഇതാണ് നമ്മളുടെ നൈറ്റ് വ്യൂ. ഇതാണ് നമ്മളുടെ ഔട്ട്സൈഡ് വാഷ്റൂം. ആകെ ടോയ്ലറ്റേ ഉള്ളൂ, ഷവറും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതിൽ നൈറ്റ് ഡോമിലേക്കുള്ളൊരു വ്യൂ, ക്വയറ്റ് സ്ഥലമാണ്. ഇനി വല്ല കരടിയോ മറ്റോ വന്നു കഴിഞ്ഞാൽ കത്തം. ടാറ്റ, ബൈ. വണ്ടി ഫുള്ള് സ്നോ ആണ് ഗൈസ്. അതിന് ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വേണം പോവാനായിട്ട്. 2 ദിവസം കൊണ്ട് വണ്ടി മൊത്തം സ്നോ പയലായി നിന്നിരിക്കുക. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ നല്ല പ്രയാസമാണ്. ഇതാ വൈഫിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. പാലിക്കുട്ടീനെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടുന്ന് ഇറങ്ങും അല്ലേ? ഇറങ്ങാനായില്ലേ? ആയോ? യെസ്, ആയി. പോകാൻ താല്പര്യമില്ല ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക്. ഇവിടെ തന്നെ കുറച്ച് ദിവസം കൂടി സ്റ്റേ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. പക്ഷേ അവർ പറഞ്ഞു ചെക്കൗട്ട് ചെയ്യാൻ ടൈമായിരുന്നു. പക്ഷെ അവർ ഓണർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മണിക്കൂർ വേണമെങ്കിൽ നിൽക്കണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും നിന്നോ, സ്റ്റേ ബാക്ക് ചെയ്യാന്ന് പറഞ്ഞ്. കാരണം നമ്മൾ പോയതിന് ശേഷം വേറെ അടുത്ത ആരും വരുന്നില്ല, ആരും ബുക്ക് ചെയ്തിട്ടില്ല. അത് കാരണം നമുക്ക് വേണമെങ്കിൽ ഇനിയും വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ കുറച്ച് സ്റ്റേ ബാക്ക് കുറച്ചും കൂടി നമുക്ക് ചെയ്യാം. സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ടുവന്ന് ഇനി വണ്ടിയിൽ കയറ്റണം. അതൊക്കെ വണ്ടി ഒന്ന് ഹീറ്റ് ചെയ്യാൻ വാം ചെയ്യാൻ വേണ്ടി ഹീറ്ററൊക്കെ ഓണാക്കി ഇട്ടിരിക്കുക. ഇതെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ഡോമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വണ്ടി ഓൾമോസ്റ്റ് ഹീറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് കയറിയിരിക്കാം. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞോ? യെസ്. ഓക്കെ, ഡൺ.